ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വാർക്കയിൽ നമ്മൾ പൈപ്പ് ഇടുന്ന സമയത്ത്, അതായത് നമ്മുടെ മെയിൻ വീടിൻ്റെ സ്ലാബിൽ ഹൈറ്റിൽ പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ഏത് ടൈപ്പ് ജംഗ്ഷനുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് നമ്മൾ സാധാരണ ഇപ്പോൾ പൈപ്പുകൾ ഇടുന്നത്. ഒന്ന് നമ്മൾ ലൈറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പൈപ്പ് ഇടാറുണ്ട്, ഇനി അതെല്ലാം നമ്മൾ ജംഗ്ഷനുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ജംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. എന്താ ഹൈറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സാധാരണ ജംഗ്ഷനെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓവറായിട്ട് ഹൈറ്റ് കണ്ടോ, ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പുകൾ കാര്യങ്ങൾ ലൈറ്റിൻ്റെ ബാക്കിലെ അഡാപ്റ്റർ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളുണ്ടാവും. ഇനി അത് കൂടാതെ തന്നെ നമ്മൾ ഇടുന്ന പൈപ്പ് ഒരുപാട് വളച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. നോർമൽ ജംഗ്ഷനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ അടിവശം നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഏകദേശം 2.5 ഇഞ്ചോളം ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പിയുടെ മുകളിലൂടെ നമുക്ക് പൈപ്പ് ഇടാവുന്ന രീതിയിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ വെച്ചു, അതിനുശേഷം എവിടെയാണോ ലൈറ്റുകളൊക്കെ വേണ്ടത് ആ സ്ഥലങ്ങളിൽ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞ ഒരു പാസിംഗ് ഏരിയയാണ് വരുന്നത്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ പാസിംഗ് ഏരിയ ആയതുകൊണ്ട് മൊത്തം പാസിംഗ് ഏരിയയുടെ സെൻറ്ററിൽ ലൈറ്റ് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെയല്ല ലൈറ്റ് ഈ പറഞ്ഞ LED സിസ്റ്റം അല്ലാത്ത ലൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന കമ്പികളുടെ ഇടയിലൂടെ തന്നെ പൈപ്പ് കൊണ്ടതിന് ശേഷം നമുക്ക് ഈ ഹൈറ്റുള്ള ജംഗ്ഷൻ വെച്ച് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നോർമൽ ലെവലുള്ള ജംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെ എസ് ബെൻഡ് അടിച്ച് വളച്ച് ഒരു എസ് ആകൃതിയിൽ വളച്ചിട്ട് വേണം കമ്പികളുടെ ഉള്ളിലൂടെ വേണം പൈപ്പ് ഇടാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ ജംഗ്ഷൻ വെച്ചു, ജംഗ്ഷൻ വെച്ചതിന് ശേഷം നേരെ പൈപ്പ് കൊണ്ടുപോകാനുള്ള എളുപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. നമ്മളിവിടെ വെച്ചു, അതിനുശേഷം രണ്ട് സൈഡിൽ നമ്മൾ പൈപ്പ് വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് രണ്ട് സൈഡിൽ കെട്ടി ക്ലിയർ ചെയ്തിരിക്കും. അതിനുശേഷം നേരെ മുകളിലേക്ക് എവിടേക്കാണോ കൊണ്ടുപോകേണ്ടത് ആ പൈപ്പുകൾ ഓരോന്ന് നമ്മൾ അവിടേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ പൈപ്പുകൾ നമ്മൾ വെച്ചതിന് ശേഷം വെക്കുമ്പോൾ കമ്പികളുടെ ഉള്ളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. രണ്ട് കമ്പി ഉണ്ടെങ്കിൽ രണ്ട് ലെയർ, താഴത്തെ ലെയർ മുകളിലത്തെ ലെയറും ഉണ്ട്, അങ്ങനെ കൊണ്ടുപോകാം. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒറ്റ ലെയർ ആയതുകൊണ്ട്, ഒറ്റ ലെയർ കമ്പി ആയതുകൊണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴത്താണ് കണ്ടോ, ഏറ്റവും താഴെ തന്നെ ജംഗ്ഷൻ മുട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടോ. ഏറ്റവും താഴെ തന്നെ അതിൻ്റെ സ്ലാബിൽ ഏറ്റവും താഴെ മുട്ടി നിൽക്കാവുന്ന രീതിയിൽ ജംഗ്ഷൻ താഴെ മുട്ടി വെച്ചു. അതിനുശേഷം ജംഗ്ഷൻ വെച്ചു, അതിനുശേഷം പൈപ്പ് കാര്യങ്ങൾ കണക്ട് ചെയ്തു. അതിനുശേഷം കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കുന്നത്. അതായത് നമ്മൾ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്ത് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും കമ്പിയുടെ സൈഡിൽ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് കെട്ടി ഉറപ്പിച്ച്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിപ്പോകും. അപ്പോൾ ഈ ജംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി അതല്ല നോർമൽ ജംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. നോർമൽ ജംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എസ്ബെൻഡ് പോലെ വളച്ച് കുറച്ച് വർക്ക് കൂടുതലായിരിക്കും. ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പൈപ്പ് വെച്ച് ക്ലിയർ ചെയ്ത് പോകാം. കാരണം ഏകദേശം ഇത്രയും ഗ്യാപ്പ് ഹൈറ്റ് വരുന്നതുകൊണ്ട് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ജംഗ്ഷൻ വെക്കുന്ന സമയത്ത് കണ്ട ടേപ്പ് അടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇൻസ്റ്റലേഷൻ ടേപ്പ് അടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം കോൺക്രീറ്റ് കാര്യങ്ങൾ ടൈറ്റ് ചെയ്ത് കയറി അടഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് പിന്നീട് തുറക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ക്രൂവിൻ്റെ ഏരിയ, പിന്നെ ഫ്രണ്ടിൽ അതിൻ്റെ ക്യാപ്പ് ഉണ്ട്, ആ ഏരിയയിലൊക്കെ ഈ പറയുന്ന രീതിയിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ടൈറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈബ്രേറ്റർ, ഈ പറയുന്ന കോൺക്രീറ്റ് വൈബ്രേറ്ററൊക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ കളി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി മൊത്തം ടൈറ്റായി പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കാരണം എല്ലാ പൈപ്പിൻ്റെ ഉള്ളിലേക്കും ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കയറിപ്പോവും. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇൻസുലേഷൻ ടേപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലും നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.